SSLC എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളിതിൽ കൊമേഴ്സ് എടുക്കണോ വേണ്ടയോ എന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ. യെസ്, കൊമേഴ്സ് എന്നത് നല്ലൊരു കരിയർ ഓപ്ഷൻ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് CA, CMA, ACCA, CS തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ BCom, BBA, MBA തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൊമേഴ്സ് ഒരിക്കലും ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. സാർ, ഈ കൊമേഴ്സ് ഒക്കെ എടുക്കണമെങ്കിൽ മാത്സ് പഠിക്കണ്ടേ? കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് വെറും ഒരു മിഥ്യാധാരണയാണ്. മാത്സ് എന്ന് പറയുന്നത് കൊമേഴ്സിൽ ഒരു കമ്പൾസറി സബ്ജക്റ്റ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്സ് എന്ന സബ്ജക്റ്റ് ഓപ്ഷണൽ ആയിട്ട് കൊമേഴ്സ് എടുക്കാം. എന്ന് വെച്ച് നിങ്ങൾ എടുക്കുന്ന എല്ലാ കൊമേഴ്സിലും മാത്സ് ഇല്ല. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിലൊന്നും എന്തില്ല? മാത്സ് ഇല്ല. അപ്പൊ സാറേ, അക്കൗണ്ടൻസി തുടങ്ങിയ സബ്ജക്റ്റുകളിലൊക്കെ മാത്സ് ഇല്ലേ? മാത്സ് അറിയാതെ അത് പഠിച്ചാൽ പണി കിട്ടൂലേ? എടാ, അങ്ങനെ ഒന്നുമില്ല. അക്കൗണ്ടൻസിയിലൊക്കെ ഉള്ളത് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. എടാ, നിങ്ങൾക്ക് ഒരു 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ അറിയോ? 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാൻ അറിയോ? ഇതാണ് അക്കൗണ്ടൻസിയിലേക്കുള്ള മാത്തമാറ്റിക്സ്. അപ്പോ കൊമേഴ്സ് എടുക്കുന്നത് മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലായല്ലോ. ഇനി മാത്സ് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് കൊമേഴ്സ് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. എൻ്റെ പേര് അജിത് കുമാർ, നിങ്ങളുടെ അക്കൗണ്ടൻസി ഫാക്കൽറ്റിയാണ്. സ്നേഹമുള്ളവർ കുമാരിയ എന്ന് വിളിക്കും, നിങ്ങൾക്ക് എന്തും വിളിക്കാം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റ് ഒക്കെ ഞാൻ എടുക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങൾക്ക് തീർത്തും പുതിയൊരു സബ്ജക്റ്റാണ്. ഇതുവരെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ട് പോലില്ലാത്ത സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ 1ാം ക്ലാസ്സിൽ ചേർന്ന് നിങ്ങൾ ഈ പഠിച്ചു തുടങ്ങിയില്ലേ, അതേപോലെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പഠിച്ചു തുടങ്ങാൻ പറ്റും. സാർ, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? എടാ, ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണ്, ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക്, എടാ പറയുവാണെങ്കിൽ 1200 1200 തന്നെ ഫുൾ മാർക്കും മേടിച്ചിട്ട് വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ അത്രയും ഉയരങ്ങളിൽ എത്തണമെങ്കിൽ അതിൻ്റെ ഒക്കെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ 1ാം ക്ലാസ് അല്ല, +1 ആണ്. കാരണം ഇത് കൊമേഴ്സ് ആണ്. കൊമേഴ്സിൽ 1ാം ക്ലാസ് ഏതാ? +1 ആണ്. അപ്പോൾ +1 സെറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് +2 ബുദ്ധിമുട്ടാകും, ഡിഗ്രി ബുദ്ധിമുട്ടാകും. ഇനി ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് പോയാൽ അവിടുത്തെ ഫൗണ്ടേഷനേ നിങ്ങൾക്ക് വലിയ പരാജയമായി പോകും. സോ അത് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യരുത്? ആവർത്തിക്കരുത്. സാർ, അപ്പോൾ അതിന് എങ്ങനെ നമ്മൾ ബെസ്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി റൂട്ടീൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കും? കൊമേഴ്സ് ആണ് എടുക്കാൻ താല്പര്യം, ഞങ്ങൾക്ക് ഇപ്പം ഏകദേശം കൊമേഴ്സ് തന്നെയാണ്, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങണം. അത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, അത് എഡ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ച് ആണ്. കാരണം ഏറ്റവും കുറഞ്ഞ ചെലവിൽ എഡ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ച് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്നറിയോ? നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഫുള്ളായിട്ട് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ്, ക്ലാസ് ഒക്കെ പറയട്ടെ, അതൊക്കെ ഞാൻ വരാം. ഇത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഫുൾ മെന്റർഷിപ്പ് കിട്ടും. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഒരാൾ, നിങ്ങളുടെ സംശയങ്ങൾ ആൻസർ ചെയ്യാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ, നിങ്ങൾക്ക് അങ്ങോട്ടും കോൺടാക്ട് ചെയ്യാം, അവർ നിങ്ങൾ അങ്ങോട്ടും കോൺടാക്ട് ചെയ്യില്ലെങ്കിൽ ഇങ്ങോട്ടും വിളിക്കട്ടോ. ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകളോ, കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ റെക്കോർഡഡ് ആയിട്ടും കിട്ടും. ഓരോ ചാപ്റ്റർ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് പഠിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിവിഷൻ ലൈവ്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ലൈവ്, അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് ലൈവ്, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് തരാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ സപ്പോർട്ട് കിട്ടും. സാർ, ഇത് പഠിക്കാൻ വേണ്ടി നോട്ട്സോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടോ? എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും, PYQ ക്വസ്റ്റ്യൻസ്, എല്ലാ വർഷത്തെയും PYQs, ആ PYQ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ്, അതുപോലെ ഓരോ ചാപ്റ്ററിനും സ്റ്റഡി നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇനി ചെറിയ ചെറിയ മൈക്രോ ബിറ്റ്സ്, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മൊത്തം ഒരൊറ്റ കുടക്കീഴിലുണ്ടെങ്കിൽ അത് എഡ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ച് തന്നെയാണ്. ആ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ഏപ്രിൽ 10-നാടാ. ഈ ഏപ്രിൽ 10-ന് ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എല്ലാവരെക്കാളും മുമ്പ് തന്നെ നിങ്ങൾ തുടങ്ങാൻ റെഡിയാണെങ്കിൽ എല്ലാവരെക്കാളും മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഫഷണൽ കോഴ്സ്, അതിൻ്റെ സപ്പോർട്ടും ഞങ്ങളുടെ വരാൻ പോകുന്നുണ്ട്. CA CMA ബാച്ച് ഒക്കെ നമ്മൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും. പക്ഷേ ഇപ്പം നിങ്ങൾ നമ്മുടെ സൂപ്പർ ബാച്ചിനെ പറ്റി ആലോചിക്കുക. ഈ 10-നാണ് വരുന്നത്. ഉടൻ തന്നെ, ഒട്ടും സമയം വേസ്റ്റ് ആക്കരുത്. ഇപ്പം നിങ്ങൾ പാഴാക്കുന്ന ഓരോ സമയവും നിങ്ങളുടെ ആ അൾട്ടിമേറ്റ് ഡ്രീമിലേക്കുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം കൂട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ്, ആദ്യമായി നിങ്ങൾ അറിയുന്ന സബ്ജക്റ്റുകളാണ്. അത് എല്ലാവരെക്കാളും മുമ്പിൽ, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളൊക്കെ മുമ്പിൽ വേഗം തന്നെ പഠിച്ചു തുടങ്ങാൻ നോക്കുക. അതുകൊണ്ട് സമയം കളയാതെ വേഗം തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തിടുക. ഓക്കെ, സോ നമുക്ക് നേരെ കൊമേഴ്സ് ക്ലാസ്സുകളിൽ വെച്ച് കാണാം. അവിടെ ഞാൻ ഉണ്ടാകും. ഓക്കേടാ, ബൈ.